ഉദാഹരണം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നോക്കിയത്. ഇനി 2 കൊണ്ട് ഹരിക്കുമ്പോൾ മറ്റൊരു കേസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 3670 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് 2 കൊണ്ട് ഹരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ അവസാന സംഖ്യ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. 0 ആയതുകൊണ്ട് നമുക്ക് ഒന്നും നോക്കണ്ട, റിമൈൻഡർ എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. അല്ലാത്ത കേസിൽ ഈ അവസാനത്തെ സംഖ്യ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈവൻ ആണെങ്കിൽ റിമൈൻഡർ 0യും ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1ഉം ആയിരിക്കും. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. ഇപ്പം എൻ്റെ സംഖ്യ 2634 ആണെന്ന് വിചാരിക്കാം. ഈ ഒരു സംഖ്യയെ നമുക്ക് ഹരിക്കേണ്ടത് 2 കൊണ്ടാണെന്ന് വിചാരിക്കുക. 2 കൊണ്ട് ഹരിക്കുമ്പോൾ അവസാന സംഖ്യ നോക്കൂ, 4 ആണ്. 4 2ൻ്റെ ഗുണന പട്ടികയിലുള്ളത് കൊണ്ട് ഇതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നമുക്കൊരു സംഖ്യ എന്ന് പറയുമ്പോൾ 2624 ആണെന്ന് വിചാരിക്കുക. ഇതിനെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടതെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ 2 കൊണ്ടായിരുന്നു ഹരിച്ചത്, ഇവിടെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടതെന്ന് വിചാരിക്കുക. 4 കൊണ്ടാണെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഹരിച്ചപ്പോൾ അവസാനത്തെ ഒരു സംഖ്യയായിരുന്നു എടുത്തത്. അതിന് പകരം അവസാനത്തെ 2 സംഖ്യകൾ എടുക്കുക. 24 എന്ന് പറയുന്ന സംഖ്യ എടുക്കുക. ഈ 24 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടല്ലോ. 6 ഗുണം 4 ആണ് എന്ത്? 24. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി